വാർത്തകളുടെ വിശേഷങ്ങളുമായി നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. ഞാൻ ആദ്യം കന്യാകുമാരിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ധ്യാനം, വിവേകാനന്ദ പാറയിലെ ധ്യാനം, അത് തുടരുകയാണ്. ഇന്ന് അവസാനിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ആരംഭിച്ചിരുന്നു മോദി ധ്യാനം. 45 മണിക്കൂറിലേറെ ധ്യാനം എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അപ്പോൾ ആ ധ്യാനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തും. അവിടെ നിന്ന് ഡൽഹിക്ക് പോകുന്ന മട്ടിലായിരിക്കും യാത്രാ ക്രമീകരണം. വി അരുൺ ചേരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. കന്യാകുമാരിയിലെ മറ്റൊരു പ്രഭാതം കൂടി ആസ്വദിച്ച് നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും ആ വിവേകാനന്ദ പാറയും തിരുവള്ളൂരിനെയൊക്കെ ബാക്കിൽ കാണാം. ഇപ്പോഴും ഒരുപാട് പേരെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് എപ്പോൾ വരെയായിരിക്കും മോദിയുടെ ധ്യാനം? എപ്പോൾ വിവേകാനന്ദ പാറയിൽ നിറങ്ങും? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്തോ ഗുഡ് മോർണിംഗ്. ഞാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ ഒരു കന്യാകുമാരിയിൽ ഒരു പ്രഭാതം കൂടി, ഒരു സൂര്യോദയം കൂടി ആസ്വദിച്ചു എന്ന് തന്നെ പറയണം. അദ്ദേഹം ഇന്നും രാവിലെ ഇവിടെ വന്ന് സൂര്യപൂജ നടത്തി, സൂര്യോദയം ദർശിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം അകത്തേക്ക് വീണ്ടും പോയത്. ഇന്നലെയും അദ്ദേഹം ഇവിടെ വിവേകാനന്ദ പാറയിൽ രാവിലെ എത്തുമ്പോൾ സൂര്യോദയം. അരുൺ, എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയെ നമ്മുടെ ക്യാമറയിൽ ഇപ്പോൾ തത്സമയം കാണാം തോന്നുന്നു. അരുൺ, നമുക്ക് കാണാം അവിടെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലെ ആ മണ്ഡപത്തിന് മുന്നിൽ ഇപ്പോൾ വസ്ത്രം അണിഞ്ഞെത്തി നിൽക്കുന്നത് കാണാം. തീർച്ചയായും അത് തന്നെയാണ്. അദ്ദേഹം ഇന്നലെയും രാവിലെ സൂര്യോദയം ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും അദ്ദേഹം നടന്നു. ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. രാവിലെ 6:02 ആ സമയത്താണ് സൂര്യോദയം, കൃത്യസമയം ഇവിടെ. ആ സമയം കഴിഞ്ഞ ശേഷം അദ്ദേഹം സൂര്യപൂജ നടത്തി. ഇപ്പോഴും അദ്ദേഹം അവിടെ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർക്കും കണ്ടു നിൽക്കാൻ തോന്നുന്ന അത്ര ഭംഗിയുള്ള സൂര്യോദയമാണ് ഇവിടെ കന്യാകുമാരിയിലേതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ച. അദ്ദേഹത്തിന് ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളെന്ന് അദ്ദേഹം പിന്നീട് ഇത് പറയുമായിരിക്കും. അത്രയധികം ഭംഗിയാണ് വിവേകാനന്ദ പാറയിലെ, കന്യാകുമാരിയിലെ സൂര്യോദയം. എല്ലാവർക്കും നമുക്ക് സാധാരണക്കാർക്കെല്ലാം ഇവിടെ ഈ സൺ റൈസ് വ്യൂ പോയിന്റുകളുണ്ട്. ഇവിടെ ക്ഷേത്രത്തിന് സമീപവും മറ്റിടത്തുമൊക്കെ കൃത്യമായ വ്യൂ പോയിന്റുകളുണ്ട്. അവിടെ നിന്നാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിക്ക് അപൂർവ അവസരം തന്നെയാണ് ഈ വിവേകാനന്ദ പാറയിൽ ഇരുന്നുകൊണ്ട് അവിടെ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ. സൂര്യാസ്തമയം അവിടെ കൃത്യമായ ഒരു ദൃശ്യം ലഭിക്കില്ല, പക്ഷേ സൂര്യോദയം വളരെ വ്യക്തമാണ് വിവേകാനന്ദ പാറയിൽ. അവിടെ നിന്ന് അദ്ദേഹം സൂര്യോദയം കണ്ടു. ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ ഭാഗമായുള്ള മറ്റ് ഇന്നലെ ചെയ്തതുപോലെയുള്ള പൂജകൾ, സൂര്യപൂജ ചെയ്തു. അദ്ദേഹം ഇതിന് ചുറ്റും രുദ്രാക്ഷവുമായി ഒക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ സ്വല്പം വൈകിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ക്യാമറ ടീം വളരെ വൈകിയാണ് ഈ ദൃശ്യങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിലൂടെയും മറ്റും അപ്ലോഡ് ചെയ്തത്. അങ്ങനെ കാണാനായത്. ഏതായാലും നിരവധി വീഡിയോകൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നും സ്വാഭാവികമായി കൂടുതൽ വീഡിയോകൾ വരികയും ചെയ്യും. ഇപ്പോൾ ന്യൂസ് 18ലൂടെയും പ്രേക്ഷകർ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ സൂര്യോദയം അദ്ദേഹം കാണുന്നു. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രഭാതത്തിൽ അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ നിൽക്കുന്നതുമാണ് ന്യൂസ് 18ലൂടെ പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കഴിഞ്ഞ 2 തവണയും അനായാസം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയെങ്കിൽ ഇത്തവണ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പാണ്. 7ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ദിനമാണ്. ആ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ വന്നത്. അദ്ദേഹം ഇവിടെ ഇപ്പോഴും അവിടെ ഈ പാറയ്ക്ക് ചുറ്റും പാറയുടെ മുന്നിൽ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം കാഷായ വസ്ത്രം അണിഞ്ഞു തന്നെയാണ് ഇന്നലെയും ഇതിൽ പങ്കെടുത്ത്. ഇന്നും അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 3 വരെയാണ്. ഏതാണ്ട് ഇന്ന് രാവിലെ ആകുമ്പോൾ 37 മണിക്കൂറുകൾ പിന്നിടുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇവിടെ വിവേകാനന്ദ പാറയിൽ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ ധ്യാനം തുടങ്ങിയിട്ട് ഇന്ന് വൈകിട്ട് 3 മണിവരെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചത്. അതായത് ഏകദേശം 45 മണിക്കൂർ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഈ സമുദ്രത്തിന്, ത്രിവേണി സംഗമത്തിന്, 3 മഹാസമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ അപൂർവമായ
സമുദ്ര തലത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയധികം മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനമന്ത്രിമാരും ഇത്തരത്തിൽ ഇവിടെ ഇത്രയധികം സമയം ചെലവഴിച്ചിട്ടില്ല. ഒരുപക്ഷെ മറ്റ് ആർക്കും ഈ സമുദ്രത്തിന് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയിൽ ഈ രീതിയിൽ ഇത്രയധികം സമയം തുടരാനുള്ള അവസരം ഉണ്ടായിട്ടുമില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിശ്രമവേളകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ആത്മീയ വഴിയിലെ പ്രധാനപ്പെട്ട അവസരങ്ങൾ ആ രീതിയിൽ തന്നെ വിനിയോഗിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം അവിടെ തുടർന്ന് വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ കാണാം. സ്വാഭാവികമായും പ്രധാനമന്ത്രിയോട് തുടരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളും വളരെ ശക്തമാണ്. ഇപ്പോഴും നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ കപ്പലുകളും ബോട്ടുകളും ഒക്കെ ചുറ്റും വലിയ രീതിയിലുള്ള സുരക്ഷ തീർക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് ഈ അദ്ദേഹത്തിന്റെ പ്രഭാത വന്ദനത്തിനൊക്കെ ശേഷം അദ്ദേഹത്തെ കാണാൻ നിരവധി പേർ അവിടേക്ക് എത്തി. മോദിയുമായി നേരിട്ടവർ കൂടിക്കാഴ്ച നടത്തിയോന്നറിയില്ല. നിരവധി പേരെ ബോട്ടുകളിൽ അവിടേക്ക് ഒരു 8 മണിക്ക് ശേഷം ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നും അത് തുടരാനാണ് സാധ്യത. ഇപ്പോഴും ഒരു ബോട്ട് അവിടേക്ക് പോകുന്നത് ദൃശ്യങ്ങളിലേക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ തന്നെ ഷിജു ചവറ ഫോക്കസ് ചെയ്യുന്നതിന് അവിടേക്ക് ഇപ്പോൾ പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഏതായാലും നിരവധി ആളുകളെ അവിടേക്ക് ഇന്നലെയും കൊണ്ടുവന്നിരുന്നു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആകാം, ഒരുപക്ഷെ സന്യാസി ശ്രേഷ്ഠന്മാരോ അല്ലെങ്കിൽ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കളോ ഒക്കെ ആകാം അവിടെ എത്തിയത്. നിരവധി പേർ അവിടെ എത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും പല ആളുകളും അവിടേക്ക് വന്നു പോകുന്നുമുണ്ട്. സാധാരണക്കാർക്ക് വിവേകാനന്ദ പാറയിലേക്ക് പ്രവേശനം ഇന്ന് വൈകിട്ട് 3 വരെയെങ്കിലും, ഒരുപക്ഷെ അതിനുശേഷവും ഇന്ന് മുഴുവനെങ്കിലും വിലക്ക് തുടരാനാണ് സാധ്യത. കന്യാകുമാരി ക്ഷേത്രത്തിലും അതുപോലെ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനും ഒക്കെ ബീച്ചിലേക്കുമൊക്കെ ആളുകൾക്ക് യഥേഷ്ടം വന്നുപോകാം. വാഹന ക്രമീകരണത്തിൽ മാത്രമാണ് ഇളവുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അവധിക്കാലം അല്ലെങ്കിൽ അവധിക്കാലം ആത്മീയ കാര്യങ്ങളിലേക്ക് മാറ്റിവെക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം നേരത്തെയും ഇത്തരത്തിൽ തുടർച്ചയായ മാസങ്ങളും വർഷങ്ങളും നീളുന്ന രാഷ്ട്രീയ പ്രചരണങ്ങൾക്കിടെ ഭരണത്തിനിടെ ഇദ്ദേഹം ഇത്തരം ഇടവേളകൾ എടുക്കുക ആത്മീയ വഴിയിലേക്ക് തന്നെയാണ്. ഇത്തവണയും അദ്ദേഹം അതുപോലെ ഇവിടെയാണ് കന്യാകുമാരിയിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഈ മുനമ്പിൽ കന്യാകുമാരിയിലേക്ക് മോദി എത്തുമ്പോൾ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി അതിലുണ്ടെന്ന വിമർശനം സ്വാഭാവികമായി ഉയർന്നു വരും. അദ്ദേഹം ഇപ്പോൾ സൂര്യൻ പൂജയ്ക്ക് ശേഷം ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്ന അദ്ദേഹം സൂര്യനെ കൈകൂപ്പി തൊഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനാകുന്നത്. അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. സൂര്യപൂജ ഇന്നലെയും അദ്ദേഹം ഇവിടെ ചെയ്തതാണ്, നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി ഇപ്പോൾ കാണാനാകുമെന്ന് കരുതുന്നു. അദ്ദേഹം അവിടെ തന്നെ പൂജ തുടരുകയാണ്, സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. നമുക്കറിയാം അദ്ദേഹം യോഗയുടെ കാര്യത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അതിന്റെ ഉന്നതങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പതിറ്റാണ്ടുകളായി അദ്ദേഹം യോഗ പരിശീലിക്കുന്നയാളാണ്. സൂര്യ നമസ്കാരവും അതുപോലെയുള്ള സൂര്യപൂജയും ഒക്കെ അദ്ദേഹം ഒരു സന്യാസി വര്യന്മാർ ചെയ്യുന്നതിന് സമാനമായി പലപ്പോഴും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോഴും ധ്യാനം തുടരുകയാണ്. 37 മണിക്കൂറുകൾ പിന്നിടുന്നു അദ്ദേഹത്തിന്റെ ധ്യാനം. ഇനി 8 മണിക്കൂറുകൾ കൂടി മാത്രമാകും അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ ഉണ്ടാവുക. ആ സമയം കൊണ്ട് ഏകദേശം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തും. 3 മണിക്ക് എന്ന് പറയുമ്പോൾ പിന്നീട് 3 മണിക്കൂറുകൾ മാത്രമാണ് ഈ അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള സമയം. അത് അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങും. തിരുവനന്തപുരത്ത് ന്യൂഡൽഹിയിലേക്കും അദ്ദേഹം മടങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നുപോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ധ്യാനത്തിലാണ്, അദ്ദേഹം വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ എന്താണ് ഇതുകൊണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ലക്ഷ്യങ്ങൾ എന്താണ്? പ്രധാനമന്ത്രി എന്തിനാണ് ഈ ധ്യാനത്തിന് നേരത്തെ ഹിമാലയ സാനുക്കളിലൊക്കെ ധ്യാനം അനുഷ്ഠിച്ച് വളരെ പ്രശസ്തി നേടിയ ആരാധകർക്ക് വലിയ ആവേശം നൽകിയ ആ രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളുകൾക്കൊക്കെ ആ രീതിയിൽ വലിയ പ്രതീക്ഷ നൽകിയ നരേന്ദ്രമോദി എന്തിനാണ് ഇത്തവണ ഈ ധ്യാനത്തിന് ഈ ഇന്ത്യയുടെ തെക്കേയറ്റത്തെ ഈ മുനമ്പിനെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയെ, നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലേക്ക് പോകുന്നതിന് മുമ്പ് ധ്യാനമിരുന്ന സ്ഥലമാണ് ഈ പാറ. അവിടെ അതാണ് പിന്നീട് വിവേകാനന്ദ പാറയായി മാറുന്നത്. അതിന് സമീപമുള്ള ശ്രീപാദ പാറയ്ക്ക് സമീപം തന്നെയാണ് നരേന്ദ്രമോദിയും ധ്യാനമിരിക്കുന്നതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വിവേകാനന്ദൻ തപസ്സനുഷ്ഠിച്ചു പോകുമ്പോൾ അതിനുശേഷം വലിയ പ്രയത്നങ്ങൾക്ക് ശേഷമാണ് വിവേകാനന്ദ പാറ ഇത്തരത്തിലൊരു വലിയൊരു സാംസ്കാരിക ആത്മീയ കേന്ദ്രമായി രൂപപ്പെട്ടത്. അതിന്റെ അവകാശവും ഒക്കെ ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ പിന്നീട് ഉണ്ടായിരുന്നതാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ വിവേകാനന്ദ പാറ ഇന്ത്യ മൊത്തം അറിയുന്ന, ലോകമറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ നരേന്ദ്രമോദി ഇവിടെ വന്ന് പോയി ഇത്തരം ധ്യാനം
ധ്യാനത്തിന് ശേഷം അദ്ദേഹം മടങ്ങുന്നതോടുകൂടി കൂടുതൽ പ്രശസ്തി ഇതിന് കൈവരും. അതൊരു ടൂറിസത്തിന് അപ്പുറത്തേക്ക് ഒരു ആത്മീയ ടൂറിസം തലങ്ങളിലേക്ക് വിവേകാനന്ദ പാറ കൂടുതൽ ഉയർത്തപ്പെട്ടേക്കാം എന്ന ശുഭപ്രതീക്ഷയും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയ ശേഷം അവിടെ ഉണ്ടായ തിരക്ക് അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ടൂറിസം രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. അത്തരത്തിൽ നരേന്ദ്രമോദിയുടെ വരവ് തീർച്ചയായും ടൂറിസം, അത് വിനോദസഞ്ചാര ടൂറിസമായാലും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾക്കായാലും ആത്മീയ ടൂറിസത്തിലായാലും ഈ വിവേകാനന്ദ പാറയും കന്യാകുമാരിയും കൂടുതൽ ലോകശ്രദ്ധ നേടുമെന്ന് ഉറപ്പാണ്. എൽദോ, എന്താണെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് പ്രധാനമന്ത്രിയെ തത്സമയ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ വിൻഡോയിൽ കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി പങ്കുവച്ച ദൃശ്യങ്ങളാണ്. എന്താണെങ്കിലും കന്യാകുമാരിയിലെ സമയം, അവിടെ ധ്യാനം, അത് ആസ്വദിക്കുന്ന പ്രധാനമന്ത്രി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടു മുമ്പ് വിവേകാനന്ദ പാറയിൽ നിന്ന് ഷിജു ചവറ പകർത്തിയ ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി ആ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാം. അവിടുത്തെ നടയിൽ ഇരിക്കുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം അദ്ദേഹത്തിന്റെ ധ്യാനം ചിത്രീകരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ. ഇത് തത്സമയമാണ്. വീണ്ടും ആ മണ്ഡപത്തിന്റെ മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ഷിജു ചവറയും വി അരുണുമാണ് ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്.